അസ്സലാമു അലൈക്കും ഉസ്താദേ, പിന്നെ യഹ്യാ നബിക്ക് 3-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി എന്ന് പറഞ്ഞ വാതീന ഹുക്മൻ സുബിയ എന്ന് പറഞ്ഞല്ലോ. ഹുക്മ സുബിയ എന്ന്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നുബുവത്ത് കിട്ടിയെന്നല്ലേ? ആ നുബുവത്ത് റിസാലത്തോടു കൂടെയുള്ള നുബുവത്ത് തന്നെയാണോ, അതല്ല വെറും നുബുവത്താണോ? പ്രബലം എല്ലാ നബിമാർക്കും നുബുവത്ത് കിട്ടുന്നത് 40 വയസ്സ് എന്ന് തന്നെയാണോ? ആ വിഷയം ഒന്ന് ഉസ്താദ് ഒഴിവിലൊന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം അടക്കം ബഹുമാന്യരായ യഹ്യാ നബി അലൈഹിസ്സലാം അടക്കം സർവ അമ്പിയാക്കൾക്കും 40 വയസ്സിൻ്റെ ശേഷം തന്നെയാണ് നുബുവത്ത് കിട്ടിയിട്ടുള്ളത് എന്നാണ് നാം അംഗീകരിക്കുന്ന മഹത്തുക്കളാകുന്ന ഇമാമുകൾ പ്രബലമാക്കിയതായ യഥാർത്ഥമായ വിഷയം. അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാമിനും യഹ്യാ നബി അലൈഹി സ്വലാമിനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ നുബുവത്ത് ലഭിച്ചിരുന്നു എന്ന അഭിപ്രായം പലരാലും ഉദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിലും ബഹുമാന്യരായ നമ്മുടെ ഇമാമുകൾ പ്രബലമാക്കിയത് 40 വയസ്സിൻ്റെ ശേഷം തന്നെയാണ് ഇവരടക്കം സർവ്വപ്രവാചകന്മാർക്കും നുബുവത്ത് ലഭിച്ചത് എന്നു തന്നെയാണ്. ഈ പറഞ്ഞത് ബഹുമാനപ്പെട്ട അൽ വറഖാത്ത് എന്ന കിതാബിൽ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ മറ്റു പല ഇമാമികളെ തൊട്ടും കിതാബുകളെ തൊട്ടും വ്യക്തമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാമുനൽ ഖസ്ത്വല്ലാനി തങ്ങളും അതുപോലെ തന്നെ ബഹുമാന്യരായ അല്ലാമ സുർഖാനി തങ്ങളുമൊക്കെ ഈ വിഷയകമായി വിശദീകരണം നൽകിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ 40 വയസ്സിൻ്റെ ശേഷം തന്നെയാണ് ഈസ നബി അലൈഹി സ്വലാമും യഹ്യാ നബി അലൈഹി സ്വലാമും അടക്കമുള്ള ഏവർക്കും നുബുവത്ത് ലഭിച്ചത് എന്നു തന്നെയാകുന്നു പ്രബലമായ അഭിപ്രായം. അല്ലാഹു അലം.